ആദ്യം പാൽക്കുപ്പിയിലെ മെഴുകു പേപ്പർ എടുത്ത് പാസ്വേഡ് ലോക്കിൽ ഒട്ടിച്ചു. അതുകൊണ്ട് ഗാർഡ് കോഡ് അടിച്ചപ്പോൾ 4 ബട്ടണുകളിൽ വിരലടയാളം പതിഞ്ഞു. ആ മെഴുകുപാളിയിലൂടെ അവൻ 4 ബട്ടണുകൾ കണ്ടെത്തി. അതോടെ 24 കോമ്പിനേഷനുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അതിനായി ടോയ്ലറ്റ് പേപ്പർ ടൂത്ത് പേസ്റ്റിൽ ഉരുട്ടി പേപ്പറിൽ പൊതിഞ്ഞ് നന്നായി കുഴച്ചു. ഗാർഡ് വിലങ്ങ് വെക്കാൻ വന്നപ്പോൾ ആ പേസ്റ്റ് അവൻ വാതിലിന്റെ ചെറിയ വിൻഡോ ലോക്കിൽ തിരുകി. അതോടെ പൂട്ടിയാലും തള്ളിയാൽ തുറക്കാമെന്നായി. കൈ പുറത്തേക്കിട്ട് അവൻ പാസ്വേഡുകൾ പരീക്ഷിക്കാൻ തുടങ്ങി. ക്യാമറയിൽ പെടാതിരിക്കാൻ ഗാർഡുകളുടെ ടൈമിംഗ് അവൻ പഠിച്ചിരുന്നു. ലോക്ക് ചെയ്ത ശേഷം പുകവലിക്കാൻ പോകുന്ന ഗാർഡുകൾ വഴി 7 മിനിറ്റ് സമയം കിട്ടുമെന്ന് അവൻ ശബ്ദങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ജയിൽ ചാടാൻ 3 കാര്യങ്ങൾ വേണം: റൂട്ടീൻ അറിയുക, ലേഔട്ട് പഠിക്കുക, പുറത്തുനിന്ന് സഹായം. ആദ്യ രണ്ടും അവന് റെഡിയായിരുന്നു. ജയിലിനടുത്തുള്ള ഫയർ സ്റ്റേഷനാണ് ദുർബലമായ ഭാഗമെന്നും അതിലേക്ക് ഡഞ്ചൻ ഭൂഗർഭ അറ വഴിയെ പോകാനാകൂ എന്നും അവൻ കണ്ടെത്തി. അതിനായി അവൻ മനഃപൂർവ്വം അടിപിടിയുണ്ടാക്കി ഡഞ്ചനിലെത്തി. കോഡ് അടിച്ച് പുറത്തു കടന്നയുടൻ ഫയർ സ്റ്റേഷനിലേക്കുള്ള വെന്റിലേഷൻ പൈപ്പിലൂടെ ഇഴഞ്ഞു നീങ്ങി അവിടെ എത്തി ഒരു ഫയർ ഫൈറ്റർ സ്യൂട്ട് ധരിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പായ പുറത്തുനിന്നുള്ള സഹായത്തിനായി അവന്റെ കൂട്ടാളി ഒരു കാർ ബോംബ് പൊട്ടിച്ചു. ഫയർ അലാറം അടിച്ചതോടെ പുറപ്പെട്ട ഫയർ ട്രക്കിനടിയിൽ അവൻ ഒളിച്ചിരുന്ന് അപകടസ്ഥലത്തെത്തി. പരിഭ്രാന്തിക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ അവൻ കൂട്ടാളിയുടെ കാറിൽ കയറി രക്ഷപ്പെട്ടു.